അസ്സാം വലൈക്കും വർഹമത്തുള്ള അലഹമുല്ല വസ്സലാത്തു വസ്സലാം അല റസൂലില്ല. ഇപ്പോൾ നമ്മളൊക്കെ വിശ്വാസികളാണ് നമ്മൾ പറയണു, നമ്മൾ ദീനിൽ വിശ്വസിക്കുന്നു, നമ്മൾ പരലോകത്തിൽ വിശ്വസിക്കുന്നു നമ്മൾ പറയുന്നു. പക്ഷെ നമ്മൾ ആരെങ്കിലും അതെത്രമാത്രം ആത്മാർത്ഥമാണ്, സത്യസന്ധമാണെന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിലെ വളരെ ചെറിയൊരു അധ്യായം നമ്മൾ ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ ഈ പറയുന്ന വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചിന്തയാണെന്ന് മനസ്സിലാവും. ഒരേ സമയത്ത് അള്ളാഹു ചോദിക്കുന്നത്, മതത്തെ നിഷേധിക്കുന്ന മതനിഷേധി, ആ മതനിഷേധിയെ നീ കണ്ടോ? അല്ലെങ്കിൽ പരലോകത്തെ നിഷേധിക്കുന്നവരെ നീ കണ്ടോ എന്നാണ്. കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്നല്ലേ, കണ്ടോ? അപ്പോൾ നമ്മൾ ആരാണ് ആ മതനിഷേധി? നമുക്ക് കാണിച്ചു തരാണ്. അറഅയ്തല്ലദീ യുകദ്ദിബു ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. എന്താണ്? വിശ്വാസം ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ വിശ്വാസം അനുസരിച്ച് കർമ്മങ്ങൾ ഉണ്ടാവുമല്ലോ. അനാഥനെ ആട്ടി ഓടിക്കുന്നു എന്നാണ്. അനാഥനെ ആട്ടി ഓടിക്കുന്നു. ഒരനാഥനെ സംരക്ഷിക്കേണ്ടി വരാവുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കുന്നു എന്നതിനർത്ഥം. അതായത് നിരാലംബനായി കഴിയുന്ന ഒരു അനാഥ ബാലനെ, പ്രായപൂർത്തിയാകാത്തൊരു കുട്ടി, അവൻ്റെ ഭക്ഷണത്തിനും ആവശ്യത്തിനും വിദ്യാഭ്യാസത്തിനൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് നമുക്കവനെ സഹായിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും എന്താണ്, ആ കുട്ടിനെ പരിഗണിക്കാൻ തോന്നുന്ന ഒരു ഈമാൻ, ഒരു മനസ്സ്, തൻ്റെ വിശ്വാസം കൊണ്ട് പടച്ചോനത്തേക്ക് ചെല്ലല്ലോ, പരലോകം ഉണ്ടല്ലോ, എൻ്റെ മതപരമായൊരു കടമയാണല്ലോ എന്ന് ചിന്തിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ അവനൊരു മതനിഷേധിയാണ് എന്ന് മനസ്സിലാക്കാൻ എന്താ അർത്ഥം? വലാ യഹ്ളു അലാ ത്വആമിൽ മിസ്കീൻ, പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തിന് അവന് പ്രേരിപ്പിക്കണില്ല. പാവപ്പെട്ടൊരു ഭക്ഷണം കൊടുക്കണില്ലാണ് എൻ്റെ അടുത്ത് പണമല്ല അറിയാൻ പറ്റും. ഒരു പാവപ്പെട്ടവൻ്റെ പ്രയാസങ്ങളെ പരിഹരിക്കുന്നതിനൊരു ശ്രമം പോലും ജീവിതത്തിൽ നടത്താനുള്ള നന്മയില്ലാത്തവൻ എങ്ങനെയാണ് ഒരു പരലോക വിശ്വാസിയാവുക? എന്നാൽ പിന്നെ ഞാൻ വിശ്വാസിയാണ് എന്നുള്ളതിന് എന്താണ് അവൻ്റെ മാനദണ്ഡം? എന്താണ് അവൻ്റെ അടുക്കലുള്ളത്? നിസ്കരിക്കേണ്ടതായിരിക്കും. നിസ്കരിക്കാത്ത ഒരാൾ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക. നിങ്ങൾ നിസ്കരിക്കാത്ത ഒരാൾ എന്ന് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം മോശമായിട്ട് അയാളെ തോന്നുക. 5 നേരം നിസ്കരിക്കണില്ലേ എന്ന് പറയുമ്പോൾ നമുക്കൊരു മുസ്ലിമായി പോലും അയാളെ കണക്കാക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള നിസ്കരിക്കണ്ടല്ലോ, അവർ മാന്യതയ്ക്ക് വേണ്ടി നിസ്കരിക്കാം. കാരണം ഇത്ര ഒരു പേരുദോഷം വരാതിരിക്കാൻ വേണ്ടി നിസ്കരിക്കാം. പക്ഷേ ഫവൈലുൽ മുസ്ലിം, നിസ്കരിക്കുന്നവർക്ക് നാശം, അല്ലദിനഹും യുറാഊന, ആൾക്കാരെ കാണിക്കാനാണ്. നമ്മളൊരു നിസ്കരിക്കുന്നവനാണെന്ന് ജനങ്ങളിൽ അംഗീകാരത്തിന് വേണ്ടി മാത്രം ഒരാൾക്ക് നിസ്കരിക്കാം. വേറെ ഒരു പരലോക വിശ്വാസവും പ്രതിഫലാഗ്രഹവും ഒന്നുമില്ലാതെ നിസ്കരിക്കാൻ പറ്റും. കാരണം അവരുടെ നിസ്കാരത്തെക്കുറിച്ച് അവർ പൂർണ്ണ അശ്രദ്ധരാണ്. അതായത് ഒന്നു ശരിയായോ ഭക്തിയോ ഒന്നും നോക്കണില്ല. അവർക്ക് ആ കർമ്മം നിർവഹിച്ച് പോകണം, അത്ര തന്നെ ഉള്ളൂ. എന്നിട്ട് അവസാനം പറഞ്ഞതിന് എന്താ അറിയോ? നമുക്ക് നഷ്ടമില്ലാത്ത, മറ്റുള്ളവർ ഉപകാരപ്പെടുന്ന ഒരു കാറ് കുറച്ച് നേരത്തേക്ക് ഒന്ന് ആശുപത്രിയിൽ പോയി വരാനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കത്തി, നിങ്ങളുടെ ഒരു കൈക്കോട്ട്, എന്തെങ്കിലും ഒരു സാധനം വന്ന് ചോദിക്കുമ്പോൾ അത് തേഞ്ഞു പോവുമല്ലോ, അത് നഷ്ടപ്പെട്ടു പോവുമല്ലോ എന്ന ചിന്ത കൊണ്ടായി കൊടുക്കാതെ നിൽക്കുകയാണെങ്കിൽ, അഥവാ കൊടുത്തു നിർബന്ധമായിട്ട്, മനസ്സ് വേദനിച്ച് നിൽക്കുക, അത് ഇനി നഷ്ടപ്പെട്ട് കേടുന്നു പോയാലും എൻ്റെ കൂലി എനിക്ക് പരലോകത്ത് കിട്ടുമല്ലോ എന്ന് വിശ്വസിക്കണമെങ്കിൽ പരലോക വിശ്വാസം വേണ്ടേ? വയംനാഊനിൽ മാവിന് പരോപകാര വസ്തുക്കളെ തടയുന്നു എന്നാണ്. അപ്പോൾ പരോപകാര വസ്തുക്കളെ തടയുക എന്ന് പറയുമ്പോൾ അതുപോലും കൊടുക്കാൻ തയ്യാറാത്തവൻ മുഅ്മിനാണ്, ഞാൻ മതവിശ്വാസിയാണ്, ഞാൻ പരലോക വിശ്വാസിയാണ് എന്നൊക്കെ പറയുന്നതിന് എന്തർത്ഥമാണുള്ളതെന്നാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ നമ്മളിന്ന് ഉണ്ടാവുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഏറ്റവും അനിവാര്യമായ കാര്യങ്ങൾ പോലും ചെയ്യാൻ തോന്നാതെ പേരിന് ചില ആരാധനാ ഭാവങ്ങളെ കൊണ്ട് നിലനിൽക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് എന്നീ ചെറിയ അധ്യായം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. മാവൂന്നാണ് അതിൻ്റെ പേരെന്നെ, പരോപകാര വസ്തുക്കൾ തന്നെ. ആരൊന്ന് ചിന്തിച്ചു പോകില്ലേ? അപ്പോൾ ഇത് ഗൗരവപരമായി ചിന്തിക്കുകയും നമ്മളുടെ ജീവിതത്തെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുകയും വേണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.